ഹായ് ഹലോ വെൽക്കം ടു അവർ ചാനൽ. ഇന്ന് ഞാൻ എൻ്റെ മൊബൈൽ കവർ ഒന്ന് മേക്ക് ഓവർ ചെയ്തെടുക്കാൻ കേട്ടോ. അപ്പോൾ ഇത് ഞാൻ നേരത്തെ ഡിസൈൻ ചെയ്ത് എടുത്തിട്ടുള്ളതായിരുന്നു. പക്ഷേ ആ ഒരു പെയിൻറ്റൊക്കെ കുറേ നാളായപ്പോൾ ഇങ്ങനെ പെയിൻറ്റൊക്കെ ഫെയ്ഡായിപ്പോയി. പിന്നെ ഞാൻ അതൊന്നിങ്ങനെ കംപ്ലീറ്റ് ആയിട്ടൊന്ന് ക്ലീൻ ചെയ്തെടുക്കാമെന്ന് വിചാരിച്ചു. പക്ഷേ ചോക്ക് പെയിൻ്റ് ആയതുകൊണ്ട് തന്നെ നല്ല തിക്കായിട്ട് നിൽക്കുമായിരുന്നു കേട്ടോ. അപ്പോൾ അത് കംപ്ലീറ്റ് ആയിട്ടും ക്ലീൻ ആക്കാൻ പറ്റിയില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ അതിലേക്ക് വൈറ്റ് കളർ പെയിൻറ്റൊക്കെ ചെയ്ത് നന്നായിട്ടൊന്ന് ഡ്രൈ ആക്കി എടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത് സ്ക്രിപ്റ്റഡ് ഡയറീസ് എന്ന് പറഞ്ഞിട്ടുള്ള ട്രാൻസ്ഫർ ഷീറ്റാണ് കേട്ടോ. അപ്പോൾ അത് നല്ലൊരു വിൻറ്റേജ് സ്റ്റൈലായിട്ടുള്ള കുറച്ച് നമ്മളിങ്ങനെ ഡയറീസൊക്കെ എഴുതിയ പോലെയും പിന്നെ അതുപോലെ കുറേ സ്റ്റാമ്പ് സീലൊക്കെ ചെയ്ത സ്റ്റാമ്പൊക്കെ ആയിട്ടൊരു പ്രത്യേക ഒരു ഡിസൈനുള്ള കേട്ടോ. അപ്പോൾ അതിന് രണ്ട് സൈഡിൽ നിന്ന് ഞാൻ കോർണറായിട്ടുള്ള ഒരു ഭാഗത്ത് നിന്ന് ഇങ്ങനെ 2 പീസ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അടുത്തായിട്ട് നമ്മളിവിടെ എടുത്തിട്ടുള്ളത് ഓസം ബ്ലോസം #1 എന്ന് പറഞ്ഞിട്ടുള്ള ട്രാൻസ്ഫർ ഷീറ്റാണ് കേട്ടോ. അപ്പോൾ അതൊരു പ്രത്യേക ഫ്ലവേഴ്സും അതുപോലെ വിൻറ്റേജ് ഡിസൈൻസ് ആയിട്ടുള്ളതാണ്. നമ്മൾ ഈ ജേണലൊക്കെ ചെയ്യുമ്പം എടുക്കുന്ന ടൈപ്പ് ഡിസൈൻസ് ആണ് കേട്ടോ. അപ്പോൾ അതിൽ നിന്ന് ആ ഒരു ബട്ടർഫ്ലൈസും അതുപോലെ ആ ഒരു വേർഡിങ്സ് ഒക്കെ ഉള്ള ഒരു പീസ് ഞാനിവിടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അടുത്തായിട്ട് ഞാനിവിടെ ഡ്രൈ ഫ്ലവറിൻ്റെ ഡിസൈനാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അതിന് നല്ലൊരു യെല്ലോ കളറായിട്ടുള്ള ഡിസൈനായിട്ട് എടുത്തത്. അപ്പോൾ ഞാനിതിലേക്ക് യെല്ലോയും അതുപോലെ ഓഫ് വൈറ്റും ആ ഒരു കളർ തീമിലുള്ള കുറച്ച് ഡിസൈൻസാണ് എടുത്തത്. പിന്നെ ടിക്കറ്റ് സെൻറ്റിമെൻറ്റ്സ്, അപ്പോൾ അതിൽ നിന്ന് നമുക്ക് കുറേ നല്ല ഭംഗിയുള്ളതാട്ടോ. നമുക്ക് കുറേ ഇങ്ങനെ കുഞ്ഞു നല്ല ക്യൂട്ടായിട്ടുള്ള കുറേ വേർഡ്സ് ഇങ്ങനെ കുഞ്ഞു ടിക്കറ്റ് പോലെ ഇരിക്കുന്നത്. അപ്പോൾ അതിൽ നിന്ന് ഞാനൊരു ഡിസൈൻ കട്ട് ചെയ്തെടുത്തു. അങ്ങനെ നമുക്കിതിലേക്ക് മാച്ച് ആവുന്ന കുറച്ച് ഡിസൈൻസൊക്കെ ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഞാൻ ആ ഒരു ഫസ്റ്റ് ഡിസൈൻ എടുത്തിട്ട് മേലൊരു തിന്നായിട്ടൊരു കവറിങ് ഉണ്ടാവും. അപ്പോൾ അത് നമ്മൾ ജസ്റ്റ് ഒന്നിങ്ങനെ പീൽ ചെയ്തിട്ട് ഇതിൻ്റെ മേലെ ഭാഗത്തായിട്ടൊന്നിങ്ങനെ ഒട്ടിച്ചു കൊടുക്കാൻ കേട്ടോ. അപ്പോൾ ഈ ഒരു ട്രാൻസ്പെറൻറ്റ് ഷീറ്റ് യൂസ് ചെയ്യാൻ ഭയങ്കര ഈസിയാണ്. അപ്പോൾ ഇത് വെച്ചിട്ട് നമ്മൾ നേരത്തെ ഒരുപാട് ക്രാഫ്റ്റുകളൊക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഭയങ്കര എളുപ്പമാണ്, നമുക്ക് കുട്ടികൾക്ക് വരെ ചെയ്യാൻ പറ്റുന്നൊരു ടൈപ്പാണ്. അപ്പോൾ അതിന് തന്നെ നമുക്ക് ഏത് ഡിസൈനാണോ വേണ്ടത് ആ ഒരു ഡിസൈൻ കട്ട് ചെയ്തെടുക്കുക. അതിൻ്റെ മേലെയുള്ള ഒരു തിന്നായിട്ടുള്ള കവറിങ് പീൽ ചെയ്ത് ഒഴിവാക്കിയതിന് ശേഷം നമ്മൾ എവിടെയാണ് സ്റ്റിക്ക് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അവിടെ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുക കേട്ടോ. എന്നിട്ട് നമ്മൾ വെള്ളം വെച്ചിട്ട് ഇതുപോലെ ഒന്ന് ഡാബ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ ആ ഒരു മേലുള്ള ഡിസൈൻ ഒന്നിങ്ങനെ തെളിഞ്ഞ് വരുന്ന സമയത്ത് നമ്മൾ ആ ഒരു മേലുള്ള വൈറ്റ് പേപ്പർ ഒന്നിങ്ങനെ റിമൂവ് ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ നമുക്ക് ആ ഡിസൈൻ കറക്റ്റായിട്ട് ഇങ്ങനെ ആ ഒരു സ്റ്റിക്കായിട്ട് കിട്ടും. പക്ഷേ ഇതിൽ ഞാൻ ആ ഒരു മേലെ പീൽ ചെയ്ത സമയത്ത് എനിക്ക് വീഡിയോ ഓഫായി പോയിട്ടുണ്ടായിരുന്നേ. അപ്പോൾ ഞാൻ നെക്സ്റ്റ് അത് കാണിക്കാം. അപ്പോൾ അത് ചെയ്തതിന് ശേഷം നമ്മൾ ചെയ്യേണ്ടത് ഒരു സോഫ്റ്റ് ആയിട്ടുള്ളൊരു ഡ്രൈ ആയിട്ടുള്ള ബ്രഷ് യൂസ് ചെയ്തിട്ട് ആ ഒരു സ്റ്റിക്കറിൻ്റെ മേലെ ഇങ്ങനെ എയർ ബബിൾസ് ഒക്കെ ഉണ്ടെങ്കിൽ പോകാനായിട്ട് നമ്മൾ ജസ്റ്റ് ഒന്നിങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ അത് കഴിഞ്ഞതിന് ശേഷം അതിൻ്റെ മേലെ ഞാൻ ആ ഒരു ബട്ടർഫ്ലൈസ് ഉള്ള ഡിസൈനിൽ അപ്പോൾ അത് ഇതുപോലെ പീൽ ചെയ്തിട്ട് ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇതിങ്ങനെ ജേണലൊക്കെ ചെയ്യുന്ന പോലെ ഓരോ ഡിസൈനിൻ്റെ മേലെ ഓരോ ഡിസൈൻ അപ്പോൾ ആ രീതിയിലാണ് ചെയ്യണത്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ 1-2 എണ്ണം ആദ്യം ചെയ്തിട്ട് അത് പീൽ ചെയ്ത് മാറ്റിയതിന് ശേഷം വേറെ ഡിസൈൻ ഒട്ടിക്കുന്നത്. അപ്പോൾ അങ്ങനെ നമ്മളുടെ ഒരു ഐഡിയക്ക് അനുസരിച്ച് ഇങ്ങനെ ചെയ്ത് നോക്കാം. അപ്പോൾ അതിന് ശേഷം ഞാൻ ആ ഒരു ഫ്ലവേഴ്സൊക്കെ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് അതിൻ്റെ മേലെയാണ് വേറെ ഡിസൈൻ ചെയ്യാനുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളത് വെള്ളം വെച്ചിട്ട് ഡാബ് ചെയ്ത് പീൽ ചെയ്ത് മാറ്റിയിട്ടുണ്ട്. കണ്ടില്ല, ഇതുപോലെ നമ്മൾ വെള്ളം വെച്ചിട്ട് ഡാബ് ചെയ്ത് കഴിഞ്ഞാൽ ഡിസൈൻ ഇത് പുറത്തോട്ട് വരുമ്പോൾ നമുക്ക് ഈസി ആയിട്ട് തന്നെ അത് ആ ഒരു പേപ്പർ മാറ്റാൻ പറ്റും. അപ്പോൾ കറക്റ്റായിട്ട് നല്ല ഭംഗിയായിട്ട് ആ ഡിസൈൻ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇങ്ങനെ വരുന്ന സമയത്ത് ഒരു ബ്ലെൻഡായിട്ട് വരും ആ ഒരു ഡിസൈന്. അപ്പോൾ ഞാനിത് ഇതുപോലെ എയർ ബബിൾസ് ഒക്കെ പോകാനായിട്ട് ബ്രഷ് വെച്ചിട്ടൊന്ന് ഇങ്ങനെ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അങ്ങനെ ഇഷ്ടമുള്ള രീതിയിൽ നമുക്കിഷ്ടമുള്ള ഒരു തീമിൽ നമുക്കത് ഇതുപോലെ ഡിസൈൻ ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ഞാൻ കുറേ നാളായിട്ട് ഇങ്ങനെ ഒരു ജേർണൽ ടൈപ്പിൽ മൊബൈൽ കവറിങ് ഇങ്ങനെ ചെയ്യണമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെയാണ് ഈ ഒരു ഷീറ്റ്സൊക്കെ ഞാൻ സെലക്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു ഷീറ്റിൻ്റെ ഒക്കെ അൺബോക്സിങ് വീഡിയോ ഞാൻ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിൻ്റെ റേറ്റും ഓരോന്നിനെ പറ്റി ഡീറ്റെയിൽ ആയിട്ട് ഞാനതിൽ വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അത് കാണണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ ലിങ്ക് ഞാൻ കമൻറ്റിലൊന്ന് പിൻ ചെയ്തിടാം. കാരണം ഈ ഒരു ഷീറ്റ്സൊക്കെ നമുക്ക് ജേർണൽ ചെയ്യാനും അതുപോലെ മൊബൈൽ കവറിങ്ങിനും ഡയറി ഡിസൈൻ ചെയ്യാനൊക്കെ പറ്റുന്ന അടിപൊളിയായിട്ടുള്ള ഡിസൈൻസാണ് കേട്ടോ. നമുക്ക് ഈ ഷീറ്റ്സ് എല്ലാം അയച്ചു തന്നിട്ടുള്ളത് ഡ്രസ് മൈ ക്രാഫ്റ്റ് എന്നാണ്. അപ്പോൾ അവരുടെ സൈറ്റിൽ ഒരുപാട് അടിപൊളിയായിട്ടുള്ള ഡിസൈൻസ് ഒക്കെ ഉണ്ട് കേട്ടോ. പല ടൈപ്പ് ട്രാൻസ്ഫർമേഷൻസുകളൊക്കെ ഉണ്ട്. വിൻറ്റേജ് സ്റ്റൈലായിട്ടുള്ളത്, അല്ലാതെ ഡ്രൈ ഫ്ലവർ, വലിയ ഫ്ലവേഴ്സ്, പിന്നെ അതുപോലെ കുട്ടികൾക്കൊക്കെ പറ്റിയുള്ള ഡിസൈന്, കാർട്ടൂൺ തീംസൊക്കെ ആയിട്ട് അടിപൊളിയായിട്ടുള്ള കുറേ ഡിസൈൻസൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ തന്നെ അതൊക്കെ വെച്ചിട്ട് ഒരുപാട് ക്രാഫ്റ്റുകളൊക്കെ ചെയ്തിട്ടുണ്ട്. അങ്ങനെ നമ്മൾ അതിലേക്ക് ആ ഒരു ട്രാൻസ്പെറൻറ്റ് ഷീറ്റ്സ് എല്ലാം ചെയ്ത് ഫൈനൽ പ്രോഡക്റ്റ് നല്ല സെറ്റായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. ഓരോ ഡിസൈൻസ് ഇങ്ങനെ നമ്മൾ വേറെ ഒട്ടിച്ചാണെങ്കിൽ ഇങ്ങനെ ബ്ലെൻഡായിട്ട് തന്നെ വന്നിട്ടുണ്ട് അല്ലേ. എനിക്ക് പേഴ്സണലി നല്ല ഇഷ്ടപ്പെട്ടിട്ട് കുറേ ആയിട്ട് ഇതുപോലൊരു ഡിസൈൻ ചെയ്യാൻ വിചാരിക്കുന്നു. അപ്പോൾ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ ആ ഒരു കളർ തീമൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ നന്നായിട്ടൊന്ന് ഡ്രൈ ആയതിന് ശേഷം നമ്മൾ ഇതിലേക്ക് കുറച്ച് വാർണിഷ് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ വാർണിഷ് നമ്മൾ 2-3 കോട്ട് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഒരു കോട്ട് ചെയ്ത് നന്നായിട്ടൊന്ന് ഡ്രൈ ആയതിന് ശേഷം പിന്നീട് വേറെ കോട്ട്, അപ്പോൾ അങ്ങനെ 2-3 കോട്ട് നമ്മൾ ചെയ്ത് കൊടുക്കുക. നമ്മൾ സാധാരണ ഡെക്കോ പേജൊക്കെ വെച്ചിട്ട് ഇങ്ങനെയൊക്കെ നമ്മൾ ഡെക്കറേറ്റ് ചെയ്യാറുണ്ട്. പക്ഷേ അത് എങ്ങനെ നമ്മൾ ഇത്ര പെർഫെക്റ്റ് ആയിട്ട് ചെയ്താലും ചുളിവുകൾ വരും. പിന്നെ അതിന് നമ്മൾ പ്രത്യേകിച്ച് ഡെക്കോ പേജ് ഗ്ലൂ ഒക്കെ ആവശ്യമുണ്ട്. അപ്പോൾ നമുക്ക് ഇങ്ങനെയുള്ള ഈ ഒരു ട്രാൻസ്പെറൻറ്റ് ഷീറ്റ് യൂസ് ചെയ്യുകയാണെങ്കിൽ അങ്ങനെ പ്രത്യേകിച്ച് ഒരു ഗ്ലൂ ഒന്നും നമ്മളിവിടെ യൂസ് ചെയ്യുന്നില്ലല്ലോ. കുറച്ച് വെള്ളവും അതുപോലെ
സ്പോഞ്ചൊക്കെ യൂസ് ചെയ്യുന്നുള്ളൂ. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ കുട്ടികൾക്കൊക്കെ ചെയ്യാൻ പറ്റുന്ന ഭയങ്കര ഈസി ആയിട്ടുള്ളൊരു ക്രാഫ്റ്റാണ്. നമ്മളെ കയ്യിലുള്ള ഏതൊരു പഴയ മെറ്റീരിയൽ നമുക്ക് നല്ല അടിപൊളിയാക്കി എടുക്കാൻ ഈ ഒരു ട്രാൻസ്ഫോർമേഷൻ ഷീറ്റ് യൂസ് ചെയ്തിട്ട് ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പോൾ നമ്മളിത് വെച്ചിട്ട് ഒരുപാട് വീഡിയോസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് കണ്ടു നോക്കണേ. അങ്ങനെ ഞാൻ ഒരു കോട്ട് വാർണിഷ് അപ്ലൈ ചെയ്ത് നന്നായിട്ട് ഒന്ന് ഡ്രൈ ആക്കിയിട്ടുണ്ട്. നമ്മൾ വീഡിയോ എടുക്കുന്നതുകൊണ്ട് തന്നെ 3 കോട്ട് അടിക്കാനൊന്നും ടൈം കിട്ടിയിട്ടില്ല. പിന്നീട് നമുക്ക് ചെയ്യാം. അപ്പോൾ ഇനി അതിൻ്റെ ആ ഒരു സൈഡ്സൊക്കെ ഒന്നിങ്ങനെ പെയിൻറ്റ് ചെയ്തെടുക്കണം. ഒരു ബ്ലാക്ക് ആയിട്ടല്ലേ ഇരിക്കുന്നത്. പെയിൻറ്റ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ കുഴപ്പമൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഞാനിതിലേക്ക് ആ ഒരു കളർ തീമിനനുസരിച്ച് കുറച്ച് ബ്രൈറ്റ് ആയിട്ടുള്ള യെല്ലോ കളറാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അതിലേക്ക് കുറച്ച് പൗഡറും കൂടി ആഡ് ചെയ്ത് ചോക്ക് പെയിൻറ്റ് പോലെ മിക്സ് ചെയ്തിട്ടാണ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ചോക്ക് പെയിൻറ്റ് ആകുമ്പം നല്ല തിക്കായിട്ട് അവിടെ നല്ലൊരു പ്രത്യേക ഒരു ടെക്സ്ചർ ആയിരിക്കും. അപ്പോൾ ചോക്ക് പെയിൻറ്റ് ഒരു ജസ്റ്റ് പൗഡർ വെച്ചിട്ട് നമ്മൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഒന്നിങ്ങനെ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഈ ഡ്രസ് മൈ ക്രാഫ്റ്റിൻ്റെ ഡീറ്റെയിൽസും അതുപോലെ ലിങ്കൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് അതിൽ നിന്ന് ആ ഒരു കളക്ഷൻസൊക്കെ കാണാൻ പറ്റും. ട്രാൻസ്ഫോർമേഷൻ ഷീറ്റ്സ് ആണെങ്കിൽ A3 സൈസിലും A4 സൈസിലൊക്കെ അവൈലബിൾ ആണ്. ട്രാൻസ്ഫോർമേഷൻ ഷീറ്റ് മാത്രമല്ല കേട്ടോ, ഒരുപാട് ക്രാഫ്റ്റ് ഐറ്റംസ് ഒക്കെ ഉണ്ട്. അപ്പോൾ ആ ലിങ്ക് കയറിയിട്ട് നിങ്ങളൊന്ന് സൈറ്റിലൊക്കെ ഒന്ന് കയറി നോക്കാം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് അത് വേണമെന്നുണ്ടെങ്കിൽ പർച്ചേസ് ചെയ്യാം. അപ്പോൾ നല്ല അടിപൊളിയായിട്ടുള്ള പ്രോഡക്റ്റാണ്. ഞാനിത് വെച്ചിട്ട് ഒരുപാട് വീഡിയോസ് ചെയ്തുകൊണ്ട് തന്നെ എനിക്ക് ഭയങ്കര സാറ്റിസ്ഫാക്ഷനാണ് ആ ഒരു കമ്പനിയിലെ പ്രോഡക്റ്റ്സൊക്കെ. അപ്പോൾ അങ്ങനെ നമ്മളിത് കംപ്ലീറ്റ് ആയിട്ടൊന്നിങ്ങനെ പെയിൻറ്റൊക്കെ ചെയ്ത് നന്നായിട്ട് ഡ്രൈ ആക്കി എടുക്കാം. എന്നിട്ട് നമ്മൾ നന്നായിട്ടൊന്ന് ഡ്രൈ ആയതിന് ശേഷം ഇതുപോലെ 2-3 കോട്ടായിട്ട് വാർണിഷും കൂടെ അപ്ലൈ ചെയ്തിട്ട് മാത്രമേ യൂസ് ചെയ്യാം കേട്ടോ. അല്ലാന്നുണ്ടെങ്കിൽ ആ ഒരു പെയിൻറ്റൊക്കെ ഇളകിപ്പോവും. നമ്മളെ വീഡിയോ കാണുന്നവർ ആരെങ്കിലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ നമ്മളെ വീട്ടിലുള്ള നമ്മളെ മൊബൈൽ ഫോണൊക്കെ നമുക്ക് തന്നെ ഡിസൈൻ ചെയ്തെടുക്കാം വളരെ ഈസി ആയിട്ട്. അപ്പോൾ നമ്മൾ പുറത്തുനിന്ന് വാങ്ങിക്കുമ്പോൾ എല്ലായിടത്തും കാണുന്ന ടൈപ്പ് ഡിസൈൻ ആയിരിക്കും ഇത്. അപ്പോൾ നമുക്ക് സ്വന്തമായിട്ട് തന്നെ കസ്റ്റമൈസ് ചെയ്തിട്ട് ഡിസൈൻ ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക.